വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ദൗത്യസംഘമാണ് പിലാക്കാവിനോട് ചേർന്ന് കടുവയുടെ ജഡം കണ്ടെത്തിയത്. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, എന്താണ് സംഭവിച്ചതെന്ന് അവ്യക്തമാണ്, വിവരങ്ങൾ പറയൂ. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കടുവയ്ക്ക് വെടിവെച്ചതാണോ എന്നൊന്നും വ്യക്തതയില്ല. എങ്ങനെയാണ് കടുവ ചത്തത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാരും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രതീഷ്, പറയൂ, എന്താണ് സംഭവിച്ചത്? മേഖലയിലാണ് കടുവയെ രാവിലെയോടെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിലാക്കാവ് മേഖലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വെടിവെച്ചല്ല. അത് സംബന്ധിച്ചുള്ള വ്യക്തത ഔദ്യോഗികമായി ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഈ ബേസ് ക്യാമ്പ്, ഇപ്പോൾ കാണുന്ന ബേസ് ക്യാമ്പിലേക്ക് കടുവയെ കൊണ്ടുവരും എന്ന് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ വിശദമാക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്തായാലും ചത്ത നിലയിലാണ് കടുവയെ കണ്ടെത്തിയത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കടുവയ്ക്ക് നേരെ വെടിവെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ദൗത്യസംഘം കടുവയെ പിടികൂടാനുള്ള തീവ്ര ശ്രമം തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് ആദ്യം വനംവകുപ്പ് ജീവനക്കാരുടെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒപ്പം വനം മന്ത്രി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും പഞ്ചാരക്കൊല്ലിയിൽ ആളെ ഭയപ്പാടിലാക്കിയ നാളുകൾക്ക് ഒരു വിരാമമാവുകയാണ്. ഈ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് കടുവയ്ക്ക് സംഭവിച്ചതെന്ന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ദൗത്യസംഘമാണ് പിലാക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തോട് അടുത്ത് കടുവയുടെ ജഡം കണ്ടെത്തിയത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രതിഷേധവും പ്രതിസന്ധിയിലുമായിരുന്നു വയനാട് മാനന്തവാടിയിലെ ജനങ്ങൾ. ആളെ കൊല്ലി കടുവയെ ഏതുവിധേനയും പിടികൂടാനുള്ള തീവ്രശ്രമം വനംവകുപ്പും ആരംഭിച്ചിരുന്നു. പ്രത്യേക ദൗത്യസംഘം ഇതിനായി ഇറങ്ങിത്തിരിച്ചു. ഇന്നലെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രാധ എന്ന സ്ത്രീയെ ഈ നരഭോജി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ നാട് സാക്ഷിയായി. കൂടുതൽ പ്രദേശവാസികൾ കൂടുതൽ ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. തുടർച്ചയായുള്ള വന്യമൃഗ ശല്യങ്ങൾക്കൊരു ശാശ്വത പരിഹാരം വേണം. വനംവകുപ്പടക്കം സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തണമെന്നതടക്കം വലിയ ആവശ്യങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് വന്നതിനിടയിൽ പ്രതിഷേധങ്ങൾ കണ്ടു. വീണ്ടും ഇന്നലെ ദൗത്യത്തിനിറങ്ങിയ ഒരു സംഘത്തിൽ RRT സംഘത്തിലെ ഒരു അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായി. ഇതെല്ലാം വലിയ ഗൗരവമേറിയ സാഹചര്യത്തിലായിരുന്നു സംഭവിച്ചത്. ഇന്നലെ വനം മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം. ഇന്നിപ്പോൾ ഒരു ദൗത്യസംഘം, പ്രത്യേക ദൗത്യസംഘം, സ്പെഷ്യൽ ടീം ഇറങ്ങി ഈ കടുവയ്ക്കായി തിരച്ചിൽ രാവിലെ തന്നെ തുടരാനിരിക്കെയാണ്. ദൗത്യസംഘം സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നതിനോടകം തന്നെ അവർ ഉൾവനത്തിലേക്ക് അടക്കം കടന്ന് കടുവയെ പിടികൂടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നതിനിടയിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. രതീഷ്, എന്താണ് സംഭവിച്ചത്? ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? പറയൂ. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ബേസ് ക്യാമ്പിലേക്ക് മാധ്യമങ്ങളോടടക്കം എത്തിച്ചേരാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവർ അതിന് മുകളിലേക്ക് ബേസ് ക്യാമ്പിന്റെ അപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വനംവകുപ്പ് പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായി പുലർച്ചയിൽ തെരച്ചിലിനിടയിലാണ് പിലാക്കാവ് വനമേഖലയിൽ നമ്മൾ നേരത്തെ നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ച കടുവയുടെ ജഡം കണ്ടെത്തിയതെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം. എന്തായാലും ബേസ് ക്യാമ്പിലേക്ക് കടുവയെ കൊണ്ടുവരും എന്ന് ആണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ അത്തരത്തിൽ വിവരങ്ങൾ ഇവിടുന്ന് സംസാരിക്കാം എന്നാണ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ ആകെ ഭീതിയിലാക്കിക്കൊണ്ട്
ഭീതിയിലാക്കിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ആശങ്ക വിതച്ച കടുവയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ദിവസങ്ങളായി ഈ മേഖലയെ ആകെ ആശങ്കയിലഴിച്ച കടുവ ചത്ത നിലയിൽ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാവിലെ പിലാക്കാവ് മേഖലയിൽ വനഭാഗത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ വിവരം മാത്രമാണ് പ്രാഥമികമായി ഇപ്പോൾ വനംവകുപ്പ് നമുക്ക് നൽകുന്നത്. പല ഭാഗത്തേക്കും വനംവകുപ്പ് നമ്മൾ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം എത്തരത്തിൽ നൽകുമെന്നുള്ള പ്രശ്നമുണ്ട്. എന്തായാലും ബേസ് ക്യാമ്പിൽ ഈ ആളുകൾ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോടൊപ്പം ബേസ് ക്യാമ്പിന് സമീപം ഇപ്പോൾ നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ തുടരുക. ഇപ്പോൾ ഷംസാദ് മരിക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഷംസാദ് മരിക്കാർ, താങ്കളും ഈ കടുവ ചത്ത നിലയിൽ എന്ന വാർത്ത കേട്ട് കാണുമല്ലോ. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. താങ്കൾക്ക് എന്താണ് ലഭിക്കുന്ന വിവരം? കടുവ ചത്തത് സ്ഥിരീകരിച്ച വാർത്ത തന്നെയാണ്. കടുവ നമ്മൾ പഞ്ചാരക്കൊല്ലിയുടെ തൊട്ടടുത്തുള്ള പഞ്ചാരക്കൊല്ലിയിലേക്ക് പോകുന്ന പിലാക്കാവ് പ്രദേശത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പിലാക്കാവ് കഴിഞ്ഞിട്ടാണ് രാധ ആക്രമിക്കപ്പെട്ട സ്ഥലമുള്ളത്. അപ്പൊ ആ പ്രദേശത്ത് തന്നെ കടുവ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില പരിക്കുകളൊക്കെ കടുവയുടെ ദേഹത്തുണ്ട്. സ്വാഭാവികമായി കാട്ടിൽ കടുവകൾ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ എന്തോ വന്ന പരിക്കുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ രീതിയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇനി അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ പുലർച്ചയോട് കൂടിയിട്ട് തന്നെ ഈ വിവരം നമുക്ക് ലഭിച്ചിരുന്നു. വെളുപ്പിന് തന്നെ RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് ഒരു പട്രോളിംഗ് പോലെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അവരാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. അതായത് ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എന്ന് തന്നെയായിരുന്നു. സ്വാഭാവികമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവകളുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. കാരണം കാട്ടിനകത്ത് കടുവകൾ തമ്മിൽ മൽപ്പിടുത്തം ഉണ്ടാവുകയും അതിനുശേഷം പുറത്തേക്ക് വരുന്ന കടുവകളാണ് നാട്ടുമുറകളിൽ ഉണ്ടാവാറുള്ളത്. അത് എല്ലാ കടുവകൾക്കും ഒരു പരിക്കുണ്ടാവും. അപൂർവം ചില കടുവകൾക്ക് മാത്രമേ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ നമ്മൾ കാണാറുള്ളൂ എന്നുള്ളതാണ്. ഈ കടുവയുടെ ദേഹത്തും മുറിവുകൾ കാണപ്പെടുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിന്റെ പരിശോധനയിൽ മനസ്സിലാവും. കാരണം ഒന്ന് കാട്ടിൽ നിന്നുള്ള മുറിവുകൾ ഉണ്ടാവാം, പിന്നെ നാട്ടിലൂടെ നടക്കുമ്പോൾ വേലിയുള്ള മറ്റോ കുടുങ്ങിയതിൻ്റെതായ മുറിവുകളും ഉണ്ടാവാം. ആ രീതിയിൽ തന്നെയാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഒരു കാര്യം കൂടി ശ്രീ ഷംസാദ് മരിക്കാർ, ഈ കാര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇനി തുടർന്ന് ഈ നടപടികൾ ഏത് തരത്തിലായിരിക്കും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക്? ജഡം അവിടെ നിന്ന് എടുത്തു മാറ്റി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം മരണകാരണം വ്യക്തമായി അതിന്റെ കേസ് ക്ലോസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രോസസ് കൂടി നടത്താനുണ്ട്. അത് നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇതിൽ ചെയ്യാനുള്ളൊരു കാര്യമുള്ളൂ. നമ്മൾ ഇന്ന് പിലാക്കാവ് പഞ്ചാരക്കൊല്ലി പ്രദേശം അടക്കം കർഫ്യൂ പ്രഖ്യാപിക്കുകയും കടുവയെ കണ്ടാൽ വെടിവെക്കാൻ തീരുമാനിക്കുകയും അതിനുള്ള ഒരു ക്രമീകരണം എല്ലാ ആളുകൾക്കും നിർദ്ദേശങ്ങൾ നൽകി എല്ലാ നടപടികളും സ്വീകരിച്ചതാണ്. പക്ഷെ അപ്പോൾ സൈറ്റ് പട്രോളിങ്ങിന്റെ ആളുകളാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. നന്ദി ശ്രീ ഷംസാദ് മരിക്കാർ. വയനാട്ടിലെ ആളെക്കൊല്ലി നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മളോട് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി വനവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരണം. അല്പസമയത്തിനകം അതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബേസ് ക്യാമ്പിലേക്ക് മാധ്യമങ്ങളോട് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ഏതായാലും വലിയ ആശങ്കയ്ക്ക് വിരാമമാവുകയാണ്. ഏറെ ദിവസങ്ങളായി വയനാട്ടിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഏത് സമയം വേണമെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകാമെന്ന് ഭീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു ജനങ്ങൾക്ക് മുൻപിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ നിരവധി വിഷയങ്ങൾ നേരിടുന്ന ഒരു മലയോര ജനതയാണ് വയനാട്ടിലേത്. അതിനിടയിൽ ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായ പ്രശ്നമുണ്ടായി മാറുന്ന സാഹചര്യം. ഇതിനെല്ലാം ഇടയിൽ ഇപ്പോൾ ഈ ഭയപ്പാടിന് ഒരു ചെറിയൊരു അറുതി വന്നിരിക്കുന്നു. നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നതാണ്. ഇത് കടുവയ്ക്ക് വെടിയേറ്റ കാര്യം ഒന്നും വ്യക്തതയില്ല. അത് കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും നിമിഷങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും പഞ്ചാരക്കൊല്ലി ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയത് തന്നെയാണ് ഉറപ്പിക്കുന്നത്. പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെയാണ് ഈ കടുവയെ കണ്ടെത്തിയത്. വെടിവെച്ച് കൊന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കടുവയുടെ ആരോഗ്യസ്ഥിതി നില മോശമായിരുന്നു. രതീഷ്, ഈ കടുവയുടെ ആരോഗ്യ നില മോശമായിരുന്നല്ലോ, ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞ വിവരം. ഇനി എപ്പോഴാകും മാധ്യമങ്ങളോട് ഇവർ സംസാരിക്കുക ഒരു സ്ഥിരീകരണത്തിനായി? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഗൺഷൂട്ടിലല്ല
അതായത് വെടിവെച്ചല്ല നിലവിൽ കടുവ ചത്തത് തന്നെയാണ് മനസ്സിലാവുന്നത്, വെടിയേറ്റല്ല ചത്തതെന്നാണ് മനസ്സിലാവുന്നത്. രാവിലെ ഈ ദൗത്യസംഘത്തിന്റെ തെരച്ചിലിനിടയിൽ തന്നെയാണ് പിലാക്കാവ് വനഭാഗത്ത് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ ദൗത്യസംഘത്തിന്റെ വെടിയേറ്റല്ല കടുവ ചത്തതെന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനി ഔദ്യോഗികമായി വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദീകരണം നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത്തരം വ്യക്തതകളിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. എന്തായാലും വലിയ തരത്തിൽ ആശങ്ക വിതച്ച ഒരു സംഘമാണ് ഒരു കടുവകളുടെ ഒരു വലിയ സാധ്യത ആ പ്രദേശത്തെ മുഴുവൻ ആശങ്കയിലാക്കി, ദിവസങ്ങളോളം ആശങ്കയിലാക്കിയ ആ വിഷയത്തിന് അറുതി ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഈ വനംവകുപ്പിനെ സംബന്ധിച്ചും ഒക്കെ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ജഡം കണ്ടെത്തിയ സമയത്ത് തന്നെ അവിടെ നിന്ന് മാറ്റിയോ? ഇപ്പോൾ ജഡം മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും പിലാക്കാവ് വനഭാഗത്തു നിന്ന് മുഴുവൻ RRT ടീം മുഴുവൻ സജ്ജീകരണങ്ങളോട് കൂടി കടുവയുടെ മൃതദേഹം പ്രത്യേക ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് സംബന്ധിച്ച് ഈ കടുവയുടെ ജഡം പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ചൊക്കെ വിശദീകരണം വേണ്ടതുണ്ട്. ഉന്നത വന ഉദ്യോഗസ്ഥർ ഈ ബേസ് ക്യാമ്പിന് മുകളിലേക്കും അപ്പുറത്തേക്കും മാധ്യമങ്ങളെയും മറ്റും കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ പോലും നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തായാലും അല്പസമയത്തിനകത്തും ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ ഇവിടെ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ CCF, DFO ഉൾപ്പെടെയുള്ള ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണത്തിന് ശേഷമേ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും വലിയ തരത്തിൽ ആശങ്ക ജനിപ്പിച്ച ആ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് നാട്ടുകാരെ സംബന്ധിച്ചും വനംവകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ ഏറെ ആശ്വാസകരമായ കാര്യം. ഇനി എങ്ങനെ കടുത്തു ആരോഗ്യപരമായ പ്രശ്നമാണ്, ചില പരിക്കുകളൊക്കെ കടുവയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ചത്തുപോകാൻ തരത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നതിന് വിശദീകരണം വേണ്ടതുണ്ട്. എന്തായാലും ഇതൊക്കെ ഔദ്യോഗികമായി വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിശദീകരണവുമായി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാലും അതിനുശേഷമായിരിക്കും ഈ ഇത്തരത്തിൽ ഇതിനൊരു വ്യക്തത വരിക. ഇപ്പോഴും കടുവ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന് തന്നെയാണ് പിലാക്കാവ് വനമേഖലയിൽ നിന്നാണ് രാവിലെ ഈ ദൗത്യസംഘം തെരച്ചിലിനിടയിൽ കടുവയെ കണ്ടെത്തിയത്. എന്തായാലും ബേസ് ക്യാമ്പിൽ ഇത് സംബന്ധിച്ച വിശദീകരണം വനംവകുപ്പ് നൽകും. എന്തായാലും 80 അംഗ തെരച്ചിൽ സംഘമാണ് വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വനമേഖലയിൽ ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. അരുണ്യ, രതീഷ് തുടരുക. കൂടുതൽ നാട്ടുകാരുടെ പ്രദേശവാസികളുടെ അടക്കം പ്രതികരണം തേടാൻ ശ്രമിക്കുക. അവരുടെ ഒരു വലിയ ആശങ്കയ്ക്കാണ് ഒരു കടുവയുടെ ജീവൻ നഷ്ടമായെങ്കിലും ഒരു വലിയ ആശങ്കയ്ക്കാണ് അവിടെ വിരാമമാകുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കിയിരുന്നു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യസംഘം കടുവയ്ക്കായി കാട് കയറി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ജഡം ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് വിധേയമാക്കണം. അതിനുശേഷമേ എങ്ങനെയാണ് കടുവ ചത്തത് എന്ന കാര്യത്തിൽ വിവരം പുറത്തു വരൂ. ഇക്കാര്യം സംബന്ധിച്ച് എങ്ങനെയാണ് ഈ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് കടുവ എല്ലാ സംവിധാനവും കോൺഗ്രസ് UDF കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ആനശല്യം കുറയാൻ വേണ്ടി കടുവയെ ബന്ധപ്പെട്ട് ദിവസങ്ങളായിട്ട് വലിയ ആശങ്കയിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കടുവനെ കിട്ടിയെന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ്. പക്ഷേ DFOനെ കൺഫർമേഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഏത് കടുവയാണ്, ഞങ്ങൾ രാധേച്ചെ പിടിച്ച കടുവയാണോ അല്ലെങ്കിൽ വേറെ ഏത് കടുവയാണെന്നുള്ള ആ ഒരു കൺഫർമേഷൻ ഞങ്ങൾ ജനവാസികൾക്ക് കൂടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗിലാണ്. ബോഡി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്താന്നുള്ള കാണാം, നമുക്ക് എന്താ നോക്കി ചെയ്യാന്നുള്ളത്. ഇത്ര ദിവസം ഇവിടുത്തെ ജനജീവിതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നല്ലോ അല്ലേ, ഉപജീവനമൊക്കെ. ഇത് എന്ന് പറഞ്ഞാൽ കടുവനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ പ്രശ്നങ്ങൾ തീരുന്നതല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ വീട് ഫോറസ്റ്റിനോട് ചേർന്നുള്ള വീടുകളാണ് ഇവിടെ കൂടുതൽ വീടുകളും. ഈ വീടുകളുടെ സൈഡിൽ 20 മീറ്ററോളം കൂടുതൽ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടിക്കാട് വീശിയിട്ട് ഇത് ഉപയോഗപ്രദമാക്കണം. അത് നമ്മൾ DFOക്കും അതേപോലെ വേണ്ടപ്പെട്ട അധികാരികൾക്കും നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അവർ രേഖാമൂലം അവരെന്ത് ചെയ്യില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല. അതും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇതിൽ പാലിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഇത് ജനങ്ങൾക്കെതിരെ ഒരു സന്തോഷത്തോടെ പുറത്തിറങ്ങാൻ കഴിയുള്ളൂ.
തീർച്ചയായും ജനങ്ങൾ ആ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കടുവ ഇപ്പോൾ രാധ എന്ന വീട്ടമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവ തന്നെയാണോ എന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഔദ്യോഗികമായിട്ട് വനംവകുപ്പ് തന്നെ വിശദീകരിക്കേണ്ടതാണ്. DFOയും CCFും ഒക്കെ അത്തരത്തിലൊരു വ്യക്തത വരുത്തണം. എന്നാലും കടുവ ചത്ത നിലയിൽ കണ്ടെത്തി, കടുവ ചത്തുവെന്ന് ഉറപ്പുവരുത്തി എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ കടുവ നേരത്തെ നരഭോജിയായി പ്രഖ്യാപിച്ച കടുവയാണെന്ന് സംബന്ധിച്ച് സാങ്കേതികമായി ബോധ്യപ്പെടുത്തണം എന്ന നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കടുവ ചത്തു അല്ലെങ്കിൽ കത്തുനിലയിൽ കടുവയെ കണ്ടു എന്നതിൽ ആശ്വാസമാണ് ഈ പ്രദേശത്ത്. ദിവസങ്ങളായി ഉപജീവനം പോലും അസാധ്യമായ രീതിയിലായിരുന്നു പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി ഭാഗത്തെ ആളുകളുടേത്. അതിനൊരു അറുതി വരുന്നു എന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. അതുതന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇന്നത്തെ ആശ്വാസമായ ഒരു വാർത്തയും. രതീഷ്, ഈ പ്രദേശവാസികളുടെ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവർ ഈ കടുവയെ പിടികൂടില്ലെങ്കിൽ കടുവയെ വെടിവെച്ച് പിടിച്ചു അല്ലെങ്കിൽ കടുവയുടെ ജഡം കണ്ടെത്തി അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇവരുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി, പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. വന്യമൃഗശല്യം തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം വേണം എന്ന ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാർ. ഇപ്പോൾ ഇത് ചത്തനെല്ലിൽ കണ്ടെത്തിയത് നരഭോജി കടുവയാണെന്ന് ഉറപ്പിക്കണം. അതുപോലെ ഈ കടുവയാണെങ്കിൽ തന്നെ ഇത് മാത്രമല്ല, അവർക്ക് കുറച്ചുകൂടി കൂടുതൽ സുരക്ഷിതമായ ജീവിത സാഹചര്യം ഉണ്ടാക്കണം. ഈ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇത്തരം ആവശ്യങ്ങളുമായി പുറകോട്ട് പോകുകയില്ലെന്ന നിലപാട് തന്നെയാണ് അവരുടെ പ്രദേശവാസികൾ എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ രതീഷ്, കേൾക്കാമെങ്കിൽ പറയൂ. തീർച്ചയായും പോലീസും ബേസ് ക്യാമ്പിനും മുന്നിലേക്ക് വരുന്ന മാധ്യമപ്രവർത്തകരെ പോലീസ് തടയുകയാണ്. മാധ്യമപ്രവർത്തകരെ ഒരു തരത്തിലും അനുവദിക്കില്ല, തടയാൻ, അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പോലീസ് തടയുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരും പോലീസും തമ്മിലുള്ള നേരിയ ഉന്തുതള്ളിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്താണ് ഈ ഇത്തരത്തിൽ ഒരു പ്രകോപനത്തിന് പോലീസിനെ പേരിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അനാവശ്യമായി ഈ ബേസ് ക്യാമ്പിൽ രതീഷ്, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? എന്താണ് ഈ പോലീസും അവിടെ തർക്കത്തിന് കാരണം? തീർച്ചയായും ചില മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടുന്നു, മറ്റു ചില മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യം കിട്ടാതിരിക്കാൻ പോലീസ് തടസ്സപ്പെടുത്തുന്നു എന്ന് തോന്നുന്ന തരത്തിലാണ് പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ മാത്രമാണ് വയനാട് പഞ്ചാരക്കോലിൽ നരഭോജി കടുവയാണ് ഏതാനും സമയം മുമ്പ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ദൗത്യ സംഘമായിരുന്നു ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അവിടെ സജീവമായ തിരച്ചിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ തിരച്ചിലിന് ദൗത്യ സംഘം പുറപ്പെട്ട സമയത്ത് പോലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ ഇന്ന് വീണ്ടും സ്പെഷ്യൽ ടീം ഇറങ്ങുകയാണ് കാട് കയറിയുള്ള തിരച്ചിലിനായി. ഇതിനിടയിലാണ് ദൗത്യ സംഘത്തിന് മുൻപിൽ ഈ കടുവയുടെ ജഡം കണ്ടെത്തുന്നത്. കടുവയുടെ ജഡം ഇപ്പോൾ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും എങ്ങനെയാണ് കടുവ ചത്തതെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും DFOയുടെ അടക്കം പ്രതികരണം വരേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഔദ്യോഗികമായി ഈ നരഭോജി കടുവ തന്നെയാണ് ഈ ചത്തത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഒരു സംശയം മാത്രമാണ് ഉള്ളത്. നരഭോജി കടുവയായിരിക്കാം ചത്തത് എന്ന് മാത്രമാണ് ലഭിക്കുന്ന വിവരം. കടുവയുടെ ദേഹത്ത് ചെറിയ പരുക്കുകളുണ്ട്, ആരോഗ്യാവസ്ഥ മോശമായിരുന്നു തുടങ്ങിയ വിവരങ്ങളും വരുന്നു. ഏതായാലും ഒരു നാടിനെ ആകെ ഭയപ്പാടിലാക്കിയ ദിവസങ്ങൾക്കാണ് ഒരു അറുതിയാകുന്നത്. ഈ വയനാട്ടിലെ ഒരു സ്ത്രീയുടെ ജീവനെടുത്ത കഴിഞ്ഞ ദിവസം RRT സംഘാംഗത്തിന് നേരെ ചാടി വീണ നരഭോജി കടുവയെ ഇപ്പോൾ ചത്തനെല്ലിൽ കണ്ടെത്തിയിരിക്കുന്നു. കടുവയെ വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അതിനായി ഡോക്ടർ അരുൺ സഖ്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യ സംഘം ഇറങ്ങിത്തിരിച്ചിരുന്നു. ചത്തുകിടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരിയ പരുക്കുകൾ കടുവയുടെ ശരീരത്തിലുണ്ട്. എന്താണ് മരണകാരണം, കടുവ ചത്ത നിലയിൽ കണ്ടെത്താൻ എന്താണ് കാരണം എന്ന് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമായ ഒരു റിപ്പോർട്ട് വരൂ. ദൃശ്യങ്ങളിൽ കാണാം കടുവയുടെ ദേഹത്ത് ചെറിയ പരുക്കുകളുണ്ട്. ഇത് കാട്ടിനുള്ളിൽ വെച്ച് തന്നെ മറ്റേതെങ്കിലും വന്യജീവിയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ പരുക്കാണോ അല്ലെങ്കിൽ നാട്ടിലിറങ്ങിയതിനു ശേഷം ഉണ്ടായ പരുക്കാണോ എന്ന് സംബന്ധിച്ചെല്ലാം
വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യത്തെല്ലാം പ്രതികരിക്കേണ്ടത്. ഏതായാലും പഞ്ചാരക്കൊല്ലിയിൽ ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവ ചത്തു. അതാണ് വാർത്ത. പ്രദേശവാസികൾ ഈ ഘട്ടത്തിൽ പറയുന്നത് ഇത് നരഭോജി കടുവയാണെന്ന് തങ്ങൾക്ക് ഒരു ഔദ്യോഗികമായ ഒരു ഉറപ്പ് കിട്ടണം. എങ്കിൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്നും അടക്കം പിന്നോട്ട് മാറുകയുള്ളൂ. കടുവയെ പിടികൂടാൻ സാധിച്ചെങ്കിലും അല്ലെങ്കിൽ കടുവയെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും ഈ ഒരു ഭീതിയുടെ മുൾമുനയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. എങ്ങനെയാണെങ്കിലും ഈ ഒരു പ്രദേശത്തിന്റെ ഭീതി അകറ്റാൻ വേണ്ടി പ്രവർത്തിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും ഡോക്ടർ അരുൺ സക്കറിയ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ടീമിനോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഈ സംഭവങ്ങൾ പുറലോകത്തെത്തിച്ച മാധ്യമ പ്രവർത്തകരോടും എല്ലാവരോടുള്ള വലിയ നന്ദി, ഈ നാടിന്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ 6 മണി മുതൽ കർഫ്യൂ ആണ്. വീടിനകത്ത് നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു പ്രഖ്യാപിച്ചപ്പോഴാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ വരുത്താനും തിരിച്ചു വരാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിവിടെ ഇൻസിഡന്റ് ഉണ്ടായത്. ആ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഇവിടെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുകയുണ്ടായി. ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്ത് ഒരു ഇമേജ് നമുക്ക് ലഭിച്ചു. കടുവയുടെ ഇമേജ് ലഭിച്ചു. ആ ഇമേജ് ഇപ്പം നമ്മൾ ഇവിടെ ID ചെയ്യാണ്. ആ ഇമേജുമായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കടുവ അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കാനായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ആണ്. നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഉള്ളത്. ആ സെയിം ലൈൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മാർക്കായിട്ട് വന്നത് അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ സ്ട്രൈക്ക് മാറ്റ് പരിശോധിച്ചതിൽ നിന്ന് 24-ാം തീയതി അക്രമം ഉണ്ടാകുന്നത് ഈ കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതെ, ഏറെ പ്രധാനപ്പെട്ട നേരത്തെ മനുഷ്യനെ ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്തായാലും തുടർ നടപടികളിലേക്ക് പോകുകയാണ്. അതായത് മനുഷ്യനെ പിടിച്ച വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവ ചത്ത നിലയിൽ ദൗത്യസംഘമാണ് ഇന്ന് തിരച്ചിലിറങ്ങിയതിനിടെ കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ദേഹത്ത് ചില പരുക്കുകളുണ്ട്, ചോരപ്പാടുകളുണ്ട്. ഇത് വനത്തിനുള്ളിൽ വെച്ച് മറ്റേതെങ്കിലും വന്യമൃഗവുമായി ഉണ്ടായ ഏറ്റുമുട്ടലുണ്ടായതാണോ, അത് നാട്ടിൽ ഇറങ്ങിയതിന് ശേഷമുണ്ടായ പരുക്കാണോ എന്നതടക്കം വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാകൂ. വനമന്ത്രി എന്തായാലും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും DFOയുടെയും അടക്കം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഒരു ഔദ്യോഗിക പ്രതികരണം വൈകാതെ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസങ്ങളായി ആളെക്കൊല്ലി കടുവയ്ക്ക് വേണ്ടിയുള്ള ഊർജിത തെരച്ചിലിലായിരുന്നു ദൗത്യസംഘം. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അവിടെ പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ ഉൾവനത്തിലേക്കടക്കം കയറി വലിയ തിരച്ചിൽ, സജീവമായ തിരച്ചിൽ, എല്ലാവിധ സജ്ജീകരണങ്ങളോടു കൂടി തിരച്ചിൽ നടത്താനിരിക്കെയാണ് ഈ ദൗത്യത്തിനിടെ കടുവയുടെ ജഡം കണ്ടെത്തുന്നത്. വലിയ ആശ്വാസത്തിലാണ് അവിടുത്തെ പ്രദേശവാസികൾ. വലിയ ഒരു ഭീതി ഒഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ച പ്രതികരണം അനുസരിച്ച് ഇവർ കടുവയെ ചത്തതാണെങ്കിലും അതിനെ വെടിവെച്ച് പിടികൂടിയതാണെങ്കിലും ഏത് തരത്തിലായാലും കടുവാ ഭീതി ഒഴിഞ്ഞു തൽക്കാലത്തേക്കെങ്കിലും എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികൾ. അതിനവർ വനംവകുപ്പ് ജീവനക്കാരോടും ഈ ദൗത്യ സംഘത്തിലെ എല്ലാ RRT സംഘങ്ങളോടുമെല്ലാം നന്ദി അറിയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നരഭോജി കടുവ പിടികൂടാനുള്ള ദൗത്യം അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ഇന്നും നടത്തിവരികയായിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള തിരച്ചിലിലാണ് ജഡം കണ്ടെത്തിയത്. പിലാക്കാവ് ഭാഗത്ത് വച്ച് ദൗത്യസംഘം രാവിലെ തന്നെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഈ പ്രദേശത്ത് തന്നെയാണ് ജഡവും കണ്ടെത്തിയത്. ഏതായാലും കടുവാഭീതി നിലനിൽക്കുന്ന മാനന്തവാടി നഗരസഭയിലെ 3 ഡിവിഷനുകളിൽ ഇന്ന് കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ഈ സ്കൂളുകൾക്കടക്കം കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന സമയത്ത് വലിയ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രദേശവാസികൾ പുറത്തിറങ്ങരുത് എന്നടക്കമുള്ള വലിയ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിരുന്നു. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ കടുവയുടെ ജഡം കണ്ടെത്തിയത്. ഏതായാലും ആശ്വാസം താൽക്കാലികമെങ്കിലും ലഭിച്ചു എന്നതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഒരു ഭീതി ഒഴിഞ്ഞു. ഏത് സമയം വേണമെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകാമെന്ന ഭീതിയിൽ കഴിയുന്ന ഒരു മലയോര ജനതയ്ക്ക് മുൻപിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ എത്തുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ കൂടുതൽ
സ്ഥിരീകരണവും വ്യക്തതകളും ഇതിൽ വരേണ്ടത്. എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്ന് സംബന്ധിച്ച് തന്നെയാണ്. കടുവയുടെ ആക്രമണത്തിൽ പഞ്ചാരക്കോലിൽ രാധ എന്ന ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായത്. ഇതിനിടെ കടുവ രാധയെ ആക്രമിച്ചത് വനത്തിൽ ഉള്ളിൽ നിന്നാണ് എന്നതടക്കമുള്ള പ്രസ്താവന വനം മന്ത്രി നടത്തിയിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം വലിയ പ്രതിഷേധം മന്ത്രിയുടെ വാഹനം തടഞ്ഞടക്കം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയാലും കടുവയെ പിടികൂടാൻ ഒരുപക്ഷെ സാധിച്ചിരുന്നില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇതിനെല്ലാം ഒരു അറുതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്ന് ഏത് വിധേനയായാലും എത്രയും വേഗം പിടികൂടണമെന്നത് മാത്രമായിരുന്നു പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കടുവയെ വെടിവെക്കാൻ ദൗത്യ സംഘത്തിന് നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇതനുസരിച്ചുള്ള തെരച്ചിലിലാണ് ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ കടുവയുടെ ജഡം കണ്ടെത്തിയത്. അതിപ്പോൾ വനത്തിന് പുറത്തെത്തിച്ചു. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്.